ഈ ഒരു പോസ്റ്റാണ് ഞാനിട്ടത്. ഇതിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്താ ഇത് നീ എഴുതിയതല്ലെന്ന് പറയാനാണോ? അല്ല, ഞാൻ എഴുതി തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും പക്ഷെ വായിക്കേണ്ടത് അളിയൻ വായിച്ച സ്റ്റൈലല്ല. ഇതെന്റെ വേറൊരു മോഡിൽ ഞാൻ എഴുതിയതാ. ഇതാ കേട്ടോ. ഞാനത് പറയുന്നത് നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കണേ എന്ന് പറയുന്നതിന്റെ കൂടെയാണ് ഞാനത് പറയുന്നത്. ഐ എം നോട്ട് സെയിങ് നിങ്ങൾ ഇത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം. ആ ഒരു മൂഡിൽ പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല. ഐ എം നോ ബഡി ടു സേ ദാറ്റ്. മാണി മാപ്പുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മുടെ പേർളി മാണി മാപ്പ്, അതുപോലെ തന്നെ അവർ പറഞ്ഞതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ആയിട്ട് അവർ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പം എനിക്ക് കേരള ഹൗസ് വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞൊരു മൂവിയിൽ അതിൽ നമ്മുടെ കൊച്ചിൻ ഹനീഫ ഒരു എഴുതിയ കത്ത് വായിക്കുന്നുണ്ട്. അതായത് നമ്മൾ കത്ത് ഒരാൾ എഴുതിയ ആൾ അതെന്താണോ അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് മനസ്സിൽ വിചാരിക്കുന്നത്, അത് കിട്ടിയ ആളത് എങ്ങനെയാണോ വായിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അതേപോലെ ആയിരുന്നു അവർ എന്താണോ ആ 4 വരി അല്ലെങ്കിൽ 4 പേജ് പോസ്റ്റിൽ അവരെന്താണോ പറഞ്ഞത് അത് അവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് ഈ ഒരു പുതിയ പേളിയുടെ വീഡിയോ തുടങ്ങുന്നത്. പിന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ പേളി തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, ക്രിട്ടിസൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്യുന്നത്. അപ്പം സ്ട്രൈക്കൊന്നും തരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതാണെങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അവരുടെ ആ പോയിന്റുകൾ എന്തൊക്കെയാണ് നോക്കാം. ഈ ഒരു പോസ്റ്റാണ് ഞാനിട്ടത്. ഇതിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം കുറച്ച് നേരത്തേക്ക് ആക്ച്വലി എല്ലാം ഓക്കെ ആയിരുന്നു. ഞാൻ ഇതിടുന്നത് എനിക്ക് തോന്നുന്നു ഒരു 10 മണി ആ ടൈമിലൊക്കെയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് പോസ്റ്റ് ചെയ്ത് തുടക്കത്തിൽ ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ എന്തിട്ടാലും അതിനൊരു നല്ല വശവും കാണുന്നവരുണ്ടാവും, ചീത്ത വശവും കാണുന്നുണ്ടാവും. പക്ഷെ മെജോറിറ്റി ആൾക്കാരും അതിൻ്റെ നല്ല വശമാണ് കണ്ട്. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റുകളായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാനത് പറയുന്നത് നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കണേ എന്ന് പറയുന്നതിൻ്റെ കൂടെയാണ് ഞാനത് പറയുന്നത്. ഐ എം നോട്ട് സെയിങ് നിങ്ങൾ ഇത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം. ആ ഒരു മൂഡിൽ പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല. ഐ എം നോ ബഡി ടു സേ ദാറ്റ്. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ്, ബിക്കോസ് ഞാൻ ഈ റീൽസ് ഒക്കെ കണ്ട് എല്ലാവരും അടി വാങ്ങുന്നതും ചോരയും ഇതെല്ലാം കണ്ട് ഞാൻ ആ ഫിയറിൽ നിന്നും ആ പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നത്. അതായത് പേളിമാണി പറയുന്നത് അവർ പോസ്റ്റ് ഇട്ടു കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മണി 11 മണി സമയമായപ്പോഴേക്കും പിന്നെ അവർക്ക് വരുന്ന കമൻറ്റുകളും അവരുടെ ഡയറക്റ്റ് മെസ്സേജുകളുമാണ് അവർ പറയുന്നത്. അത് കണ്ടപ്പോഴാണ് അവർക്ക് ആ ഭയങ്കരമായിട്ട് ടെൻഷനായി, വിഷമമായി. ഞാനിതൊന്നും അല്ലല്ലോ പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ മറ്റൊരു കാര്യമാണ് അവിടെ നിങ്ങളോടൊക്കെ സംവദിക്കാൻ ട്രൈ ചെയ്തത്. പക്ഷേ ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്തതില്ല, ആളുകൾ അതിനെ മനസ്സിലാക്കിയത് മൊത്തം മറ്റൊരർത്ഥത്തിലാണ്. അതോടുകൂടി ആകെ അതായത് ഇല്ലാണ്ടായി പോവാണ് ഒരാൾ ഇല്ലാണ്ടായി പോവാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കേരള ഹൗസിൻ്റെ ഒരു എക്സാമ്പിൾ അവിടെ വെച്ചിട്ടുള്ളത്. നീങ്ങ് വാടാ എന്ന് നമുക്ക് സ്ട്രോങ്ങിൽ പറയാം, അതുപോലെ നീങ്ങ് വാടാ എന്ന് നല്ല രീതിയിലും പറയാം. അതാണ് ഇവരവിടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ആ 4 പേജ് ഇങ്ങനെ മൊത്തത്തിൽ അവരങ്ങനെ വായിച്ചു പോകുന്നുണ്ട് കേട്ടോ. അതിൽ കുറേ കാര്യങ്ങൾ ഉണ്ട്. അതായത് അവർ ഇംഗ്ലീഷിൽ അന്ന് എഴുതിയിട്ടുള്ളത്, അവർ ഇംഗ്ലീഷിൽ എഴുതിയ കാര്യങ്ങൾ മലയാളത്തിൽ ഒരു നോർമലൈസ് ചെയ്തിട്ടുള്ള അവരിങ്ങനെ പറഞ്ഞു തരികയാണ്. പിന്നെ നമുക്കും ഇംഗ്ലീഷൊക്കെ വായിക്കാൻ അറിയുന്നവരും അർത്ഥം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നവരൊക്കെയാണ് മലയാളികൾ. അപ്പം നമുക്ക് അങ്ങനെ അതിനെ നമ്മൾ കുറ്റം പറയില്ല, പക്ഷെ അത് വായിച്ചു തരേണ്ട കാര്യമില്ല. നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഹേർട്ട് ചെയ്ത ആളുകളുണ്ട്. അപ്പോഴാണ് അല്ലെങ്കിൽ ഇതൊരു വാർത്ത പോലും ആവേണ്ട കാര്യമില്ല അല്ലേ. അങ്ങനത്തെ ചില കാര്യങ്ങൾ അതിൽ വന്നുകൊണ്ടാണ് ഇത് വാർത്ത ആയിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് പേളിമാണിക്ക് ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പേളിമാണിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് പേളിമാണി ഇതിൽ പറയുന്നത്. ഇനി പേളി എന്താണോ ഉദ്ദേശിച്ചത് ആ പോസ്റ്റിലൂടെ, നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് നമുക്ക് പറയാം. പേളി എന്താണോ ഉദ്ദേശിച്ചത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പേളി പറയുന്നുണ്ട്, കേൾക്കാം. നിങ്ങളെല്ലാവരും ഞാൻ പറയുന്ന കാര്യം ശരിയാണ് എന്ന് പറയാൻ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ല. ദിസ് ഇസ് സിംപ്ലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഇത് എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്, എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ആൻഡ് ഐ ഷെയർ ഇറ്റ് വിത്ത് ഓണസ്റ്റി, റെസ്പെക്ട് ആൻഡ് ഹോപ്പ്. എബവ് എവറിത്തിങ് എൽസ് ഐ പ്രേ ഫോർ പീസ്. ഞാൻ പ്രാർത്ഥിക്കുന്നു, സമാധാനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray for the safety of every student, every officer and every citizen. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഓരോ സ്റ്റുഡൻസിൻ്റെയും അവിടെയുള്ള ഓരോ ഓഫീസേഴ്സിൻ്റെയും ഓരോ ഇന്ത്യൻ പൗരൻ്റെയും സേഫ്റ്റിക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. May wisdom guide us, compassion unite us, and may we build a future where every child has access to quality education, equal opportunity and the freedom to dream. And one last thing, ഇത് ഞാൻ പറഞ്ഞ ലാസ്റ്റ് എൻ്റെ 4ാമത്തെ പേജിൽ ഞാൻ എഴുതിയിരിക്കുന്നത്, ദിസ് ഇസ് ഹൗ ഐ ഫീൽ ടുഡേ. ഇതാണ് ഇന്നത്തെ എൻ്റെ ഫീലിംഗ്. ഇതാണ് ബേസ്ഡ് ഓൺ വാട്ട് ഐ നോ ടുഡേ. എനിക്ക് ഇന്നുള്ള എൻ്റെ ചെറിയ അറിവിൽ നിന്നും ഞാൻ എഴുതിയിരിക്കുന്നത് ഇതാണ് ഇന്ന്. ഇഫ് ന്യൂ ഫാക്ട്സ് എമേർജ് ടുമോറോ, നാളെ പുതിയ ന്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഐ വിൽ നെവർ ബി അഫ്രേഡ് ടു ലേൺ. ഞാൻ ഒരിക്കലും പേടിക്കില്ല പുതിയ കാര്യം.
അതായത് പേളി പറഞ്ഞത്, പേളി അന്ന് കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അന്നത്തെ അറിവ്, അതായത് ആ പേളി 4 ദിവസം മുമ്പ് പോസ്റ്റ് ഇടുന്ന സമയത്തുള്ള പേളിയുടെ അറിവാണ് പേളി ആ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മുമ്പ് എന്താണ് നടന്നത്, എന്തുകൊണ്ട് ഈ സമരം പ്രൊട്ടസ്റ്റ് ഉണ്ടായി എന്നുള്ളത് സത്യത്തിൽ പേളിക്ക് അറിയില്ല. അത് അവർ പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മളാണ് യഥാർത്ഥത്തിൽ അവിടെ മണ്ടന്മാരാകുന്നത്. അതായത് അവർ അന്നത്തെ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. നാളെ ഇനി അതല്ല, സത്യാവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ട്, കുറേ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, പോലീസ് അങ്ങോട്ട് കയറി ആക്രമിച്ചതാണ്, സർക്കാർ മിണ്ടാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത്, കഴിഞ്ഞ 5 വർഷമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഈ നീറ്റ് എക്സാമും മറ്റ് UGSC എക്സാമുകളും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒക്കെ എന്നുള്ളത് നെക്സ്റ്റ് ഡേയിലേക്ക് ആൾക്കാരെടുത്തോട്ട് എത്തണം. അതായത് പേളിയുടെ അറിവ് വെച്ചിട്ട് അന്ന് പേളി അവിടെ കാണുന്നത് എന്താണ്, കുറേ പേര് പോലീസുകാർ കുറേ പേര് അടിക്കുന്നു, അവർ തിരിച്ച് പോലീസിനെ ആക്രമിക്കുന്നു, നമ്മുടെ രാജ്യത്തിന് എന്ത് പറ്റി, കുട്ടികളുടെ ആരോഗ്യം എന്താകും, അല്ലെങ്കിൽ അവിടെ വന്ന് പോലീസുകാരുടെ ആരോഗ്യം എന്താകും, അവിടെ ചോരയിൽ കുളിച്ചിരിക്കുന്ന പല ആളുകളുടെ ഫോട്ടോ കണ്ട് ഇതൊക്കെ കണ്ടപ്പം അവർക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ വന്നു. ആ ടെൻഷൻ വന്നപ്പോൾ അവരെന്ത് ചെയ്തു, അവർ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യം അവർ പോസ്റ്റിലിട്ടു. അതായത് പ്രധാനമന്ത്രി പറഞ്ഞു, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ഇതായിരുന്നു അതിൻ്റെ സാരം. അപ്പം പ്രധാനമന്ത്രി എത്ര പറഞ്ഞിട്ടില്ലേ, പക്ഷേ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ താഴത്തുള്ള മന്ത്രിസഭയും ചെയ്യാത്ത കാര്യങ്ങളും, അല്ലെങ്കിൽ അവർ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാണ്ട് മറ്റു പലർക്കും വേണ്ടി പലതും ചെയ്തതുകൊണ്ടാണ് കുട്ടികൾ നിരത്തിലിറങ്ങേണ്ടി വന്നത്. അത് പേളിക്ക് അറിയില്ല. അത് പേളി വ്യക്തമായി പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം 2021 നീറ്റിൻ്റെ ഫസ്റ്റ് ലീക്ക് വരുന്ന സമയം മുതൽ 2024 ലീക്ക് വന്ന സമയം, 2026 ലീക്ക്, അതിൻ്റെ ഇടയ്ക്ക് UGC എക്സാമുകളുടെ പല എക്സാമുകളുടെ ലീക്കിനെ പറ്റി സത്യത്തിൽ പേളിക്ക് അറിയില്ല. പേളി അന്ന് കാണുന്നത് പെട്ടെന്നൊരു പ്രൊട്ടസ്റ്റ് വരുന്നു, കുറേ ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു, എന്തോ ഒരു എക്സാമിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതിനെന്തിനാണ് ഈ കുട്ടികൾ തമ്മിൽ അടിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ എന്തിനാണ് പോലീസുകാരടിക്കുന്നത്, പോലീസുകാരെന്താ കുട്ടികളടിക്കുന്നത്, ഇത്രയുള്ളൂടെ. അത് പേളി പറഞ്ഞു, നാളെ ഞാനത് പുതിയൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുതിയത് പറയും എന്ന് പറയുന്നുണ്ട്. അതായത് കാര്യങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് പേളി സംസാരിക്കും എന്നാണ് പേളി പറഞ്ഞത്. പക്ഷേ അത് സംസാരം ഉണ്ടായിട്ടില്ല. കാരണം അപ്പോഴേക്കും പേളി എയറിലോട്ട് പോയി. പിന്നെ എയറിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. 4 ദിവസം കഴിഞ്ഞ് ഇപ്പോഴാണ് പേളിക്ക് ഒന്ന് അടങ്ങിയ സമയത്താണ് പേളി ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ പേളിക്ക് എന്താണ് കാര്യം എന്നറിയാണ്ട് പറഞ്ഞു പോയിട്ടുള്ള അഭിപ്രായം മാത്രമാണത്. അത്രയേ ഉള്ളൂ. അത് പേളിക്ക് അറിയില്ലായിരുന്നു. ആ അഭിപ്രായം സത്യം പറഞ്ഞാൽ നമുക്ക് കാര്യത്തിനെ പറ്റി വലിയ ഐഡിയകളൊന്നും ഇല്ല. നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു സംഭവത്തിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എത്ര നടന്മാരുണ്ട് മിണ്ടാത്തത്. ഇപ്പോൾ ടൊവിനോ കാര്യം പറഞ്ഞു, ടൊവിനോന് കാര്യം അറിയായിരുന്നു. ടൊവിനോ കാര്യം പറഞ്ഞതുകൊണ്ടാണ് യുവമോർച്ചക്കാർ ടൊവിനോയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഗേറ്റിൻ്റെ അവിടെ വായും പൊത്തി കണ്ണും പൊത്തി ഇങ്ങനെ പ്ലക്കാർഡും പിടിച്ചത്. അതായത് അവർക്കറിയാം അവർക്ക് കൊള്ളും എന്നുള്ളത് കൊണ്ടാണ് അവരത് ചെയ്തത്. അതിന് പകരം പേളി ഇവിടെ സംസാരിച്ചപ്പം പേളിക്ക് സാഫ്രോൺ കളർ ഇഷ്ടമാണ്, മോദിജിയുടെ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്യുന്നു. അപ്പം അവരെന്ത് വിചാരിച്ചു, പേളി ഞങ്ങളുടെ കൂടെയാണ്. പേളിനെ പോലത്തെ സാഫ്രോൺ ഇഷ്ടപ്പെടുന്ന, ഓറഞ്ച് ഇഷ്ടപ്പെടുന്ന ഒരാൾ, നരേന്ദ്രമോദിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ പറ്റി ഞങ്ങൾ എന്ത് പറയണം, അതുകൊണ്ട് അവർ മിണ്ടിയില്ല. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ എതിർത്തു. അതുണ്ടായത്. ഇനിയും പേളി കുറച്ച് കാര്യങ്ങളും കൂടെ അതിൽ പറയുന്നുണ്ട്. അതിൽ പേളിക്ക് അതിൽ പറഞ്ഞു പോയ തെറ്റുകൾ കുറച്ചുണ്ട്. അത് പേളി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. A strong nation is built by people who are informed. ഒരു രാജ്യം സ്ട്രോങ് ആവുന്നത് അതിലത്തെ ജനത അവരെല്ലാവരും ഇൻഫോംഡ് ആവുമ്പോഴാണ്. അവരാണ് ഒരു സ്ട്രോങ് നേഷൻ സൃഷ്ടിക്കുന്നത്. കമ്പാഷനേറ്റ്, അതായത് സഹജീവികളോടും സഹപ്രവർത്തകരോടൊക്കെ ഒരു സ്നേഹം, കമ്പാഷൻ കാണിക്കുന്ന സമയത്താണ് ആ നേഷൻ സ്ട്രോങ് ആവുന്നത്. ആൻഡ് വില്ലിംഗ് ടു ലിസൺ ബിഫോർ ദേ ജഡ്ജ്ഡ്. ഒരു കാര്യം കേൾക്കുന്നതിന് മുൻപ് ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. ഫുള്ളി കേട്ട് മനസ്സിലാക്കി ജഡ്ജ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ഇന്ത്യ ഐ വിൽ ഓൾവേസ് ഹോപ്പ് ഫോർ. ഇങ്ങനത്തെ ഒരു ഇന്ത്യയാണ് ഞാൻ എന്നും ആഗ്രഹിക്കുന്നത്. പീസ്, ലവ് ആൻഡ് മ്യൂസിക് ടു ഓൾ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന, എൻ്റെ കരിയറിൻ്റെ തുടക്കം തൊട്ട് ഞാൻ പറയുന്ന ഒരു വാചകമാണ്. കേട്ടല്ലോ നിങ്ങൾ. അതായത് പേളി തുടക്കത്തിൽ പറഞ്ഞത് പേളി അറിയാണ്ട് പറഞ്ഞ, അല്ലെങ്കിൽ അന്ന് വരെ പേളിക്ക് എന്തറിയോ പേളി അതിനെ പറ്റിയാണ് സംസാരിച്ചത്. നാളെ ഞാൻ മാറ്റി പറയും എന്നാണ് പേളി പറഞ്ഞിരുന്നത്. പക്ഷേ അടുത്ത സെൻറ്റൻസിൽ പേളി പറയുന്നുണ്ട്, നമ്മളൊരു നല്ലൊരു കരിയർ, നല്ലൊരു രാജ്യം, നല്ലൊരു ജനത, നല്ലൊരു സൊസൈറ്റി നമ്മൾ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും അറിഞ്ഞ് പഠിച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാനും പറയാനും ചെയ്യാനും. അവിടെ പേളിക്കാണ് അബദ്ധം പറ്റിപ്പോയത്. അതായത് പേളി പറഞ്ഞ സെൻറ്റൻസ്, പേളി പറഞ്ഞ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സെൻറ്റൻസ് ഉണ്ടല്ലോ, അതായത് കാര്യങ്ങളെപ്പറ്റി പഠിക്കണം, അറിയണം, അങ്ങനെയാണ് നമ്മൾ നല്ലൊരു നേഷൻ ബിൽഡ് ചെയ്യണം എന്നൊക്കെ പറയുമ്പം നമ്മുടെ നേഷൻ നല്ല രീതിയിലല്ല ബിൽഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറായിട്ടുള്ള പിള്ളേർക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷൻ സിസ്റ്റം പോലും താറുമാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ. നമ്മൾ കുറേ അന്ധഭക്തരായിട്ട്, അല്ലെങ്കിൽ വിശ്വ ഗുരു എന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പേളിക്ക് അതിനെപ്പറ്റിയൊന്നും ഒരു ഐഡിയയും ഇല്ല. പേളി പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം, ചിന്തിക്കണം, സംസാരിക്കണം, നിങ്ങൾ അങ്ങനെയൊക്കെ ആലോചിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ പേളി അറിയാത്തൊരു കാര്യം പേളി അവിടെ വന്ന് അറിയാണ്ട് പറഞ്ഞു പോയി. പേളിയുടെ ഉള്ളിൽ ചിലപ്പോൾ ഈ നെഗറ്റീവ് അൽഗോരിതമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പേളി കാണുന്ന ചിലപ്പോൾ മിക്കവാറും പേളി കണ്ടിട്ടുണ്ടാവുക വാട്സപ്പിലോ, അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻസ്റ്റാ യൂണിവേഴ്സിറ്റിയിലോ, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കൂടെ തന്നെ പേളി കണ്ടത് മൊത്തം ഈ ഒരു സമരം തന്നെ മറ്റ് അജണ്ടകൾ വെച്ചുണ്ടാക്കിയതാണ്. പ്രധാനമന്ത്രി ഇതിനെ കൺസേൺ, അല്ലെങ്കിൽ പുള്ളി ഇതിനെ പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ, പുള്ളി പറഞ്ഞതല്ലേ കറക്റ്റ്, നമുക്ക് കാവ്യല്ലേ വേണ്ടതെന്നുള്ള ആ ഒരു അൽഗോരിതത്തിലായിരിക്കും പേളിയുടെ ഇൻസ്റ്റാഗ്രാം പോയിട്ടുണ്ടാവുക.
അപ്പോൾ പേളി അത് കണ്ടപ്പോഴാണ് പേളി കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. സത്യമല്ലേ? നിങ്ങളൊന്നും പറയല്ലേ? പേളി സംസാരിച്ചതും നമ്മൾ ആ ഒരു നെഗറ്റീവ് അൽഗോരിതം കൂടെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കിയാൽ കറക്റ്റാണ്. അതായത് ഒരിക്കൽ നമ്മൾ പ്രധാനമന്ത്രിനെ ഇങ്ങനെ പൊക്കി പറയുന്ന ഈ അന്ധഭക്തരുടെ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് അതേ വരികയുള്ളൂ. നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ചിന്തിച്ചു, എന്തിനാണ് ഈ പ്രധാനമന്ത്രിയെ നമ്മളിങ്ങനെ കുറ്റം പറയുന്നത്? BJP നമ്മൾ എന്തിനു കുറ്റം പറയുന്നു? അവരല്ലേ കറക്റ്റ് എന്ന് ചിന്തിക്കുന്ന ഒരു അൽഗോരിതത്തിൽ നമ്മൾ ചാടിപ്പോവും. നമ്മൾ രണ്ടും അവിടെയും കാണണം ഇവിടെയും കാണണം, രണ്ടും കണ്ട് നമ്മളെ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് പേളിക്ക് ആദ്യം അബദ്ധം പറ്റിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി പേളി അടുത്ത വേറൊരു പോയിന്റ് പറയുന്നുണ്ട്, കേൾക്കാം. എനിക്ക് ഭയങ്കര ഹേർട്ടായി, ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എന്നുവെച്ചാൽ ഞാൻ എഴുതാത്ത കാര്യം എങ്ങനെയാണ് ഇത്രയും മോശമായ രീതിയിൽ, അതിനകത്തൊരു ലൈനാണ് എന്നെ ഏറ്റവും ഹേർട്ട് ചെയ്തത്. ഇത് ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്, പക്ഷെ എന്നെ ഹേർട്ട് ചെയ്തൊരു മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ, ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഗ്രേവിൽ ഞാൻ തുപ്പുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം വന്നു. എനിക്കത് ഭയങ്കര സത്യമായിട്ട് എനിക്കത് ഭയങ്കര ഹേർട്ടായി. അത് കണ്ടപ്പം ഇത്രയും മോശമായിട്ട് ഞാൻ ഓണസ്റ്റായിട്ടും എൻ്റെ മനസ്സിൽ തട്ടി എഴുതിയ ഒരു സാധനം ഇത്രയും നെഗറ്റീവായിട്ട് അതിനെ വ്യാഖ്യാനിച്ചപ്പം എനിക്ക് ഭയങ്കര വിഷമായി. സത്യത്തിൽ അങ്ങനെ വ്യാഖ്യാനം വരാനുള്ള കാരണം എന്താണെന്നറിയോ? പേളി പേളി അറിയാതെ പറഞ്ഞൊരു മണ്ടത്തരത്തിൽ നിന്നാണ് അത് വരുന്നത്. കാരണം പേളി പറഞ്ഞത്, പിള്ളേരെ നിങ്ങൾ വീട്ടിൽ പോയിരിക്കൂ, നിങ്ങൾ അടി വാങ്ങിക്കല്ലേ, പോലീസുകാരെ നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ വീട്ടിൽ പോയിരിക്കൂ, നിങ്ങൾ അടി വാങ്ങിക്കല്ലേ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കല്ലേ, നിങ്ങൾ അടിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ, അതാണോ നമുക്ക് വേണ്ടത് എന്നുള്ളൊരു ചോദ്യത്തിലാണ് ഇത് കംപ്ലീറ്റ്ലി മാറുന്നത്. അപ്പോൾ അതിനെ കണക്ട് ചെയ്ത ആൾക്കാരെന്താണ്, ഈ സ്വാതന്ത്ര്യ സമരം എന്ന സമയത്ത് നമ്മൾ അടിക്കാനും അല്ലെങ്കിൽ അടിക്കൊള്ളാനും അടിക്കാനും തയ്യാറായി നമ്മൾ ഇറങ്ങിയത് കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, അല്ലേ? നമ്മൾ ഈ എന്താ പറയുക, അഹിംസാവാദികളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഗാന്ധിജി അഹിംസാവാദിയാണ്, നമ്മൾ സത്യാഗ്രഹങ്ങൾ നിരാഹാരങ്ങളൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിച്ചതെങ്കിലും അടികൊണ്ട് മരിച്ചവരുടെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ. അല്ലാതെ നമ്മൾ അഹിംസ വാദിച്ച ആളേക്കാൾ കൂടുതൽ അടികൊണ്ട് മരിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ എണ്ണമാണ് കൂടുതൽ. അപ്പോൾ അന്ന് അവർ അടി കൊള്ളണ്ട, അടി വാങ്ങണ്ട, ഞങ്ങളൊക്കെ വീട്ടിലിരിക്കട്ടെ, തിരിച്ചു പോട്ടെ എന്നൊരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ സമരത്തിൽ വിചാരിച്ചിരുന്നെങ്കിൽ നമുക്കിന്ന് സ്വാതന്ത്ര്യം കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമരത്തിനെ അങ്ങനെ നിങ്ങൾ ഈ കമ്പയർ ചെയ്യരുത്. അതുകൊണ്ടാണ് ആളുകൾ ഈ പറഞ്ഞ പോലെ ആ ഒരു വാക്കിനെ വളച്ചൊടിച്ചെന്നല്ല, ആ വാക്കിനെ മറ്റ് പല കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്തത്. അതാണ് പേളിക്ക് പറ്റിയ ഒരബദ്ധം ഈ ഒരു പോസ്റ്റിൽ. പിന്നെ ഞാൻ വിചാരിച്ചു റിയാക്ട് ചെയ്യേണ്ട വിട്ടുകളാ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ സാധനം തന്നെ എൻ്റെ കമൻസിലും വരാൻ തുടങ്ങി. നീ അവരെ നോക്കി തുപ്പുകയാണ്, ആ ഒരു ചീത്ത രീതിയിലൊക്കെ കമൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ ഭയങ്കര ഹേർട്ടായി. രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല, എനിക്കിതിനോട് റിയാക്ട് ചെയ്യണം. ഞാനപ്പോൾ ആംഗ്രി ആയി, എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്. സോ ഐ വാസ് ഹേർട്ട് ആൻഡ് ഐ തോട്ട് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി എഴുതി. ആ സ്റ്റോറിയാണ് നിങ്ങളുടെ മുമ്പിൽ പിന്നെ വന്ന ഒരു സ്റ്റോറി. ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്താ വെച്ചാൽ അതിലൊരു കാര്യം ഞാൻ എഴുതിയത് അതൊരു വലിയ തെറ്റായിരുന്നു ഞാൻ എഴുതിയത്. അതുകൊണ്ട് ഞാൻ ഒരു 15-20 കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാനത് ഡിലീറ്റും ചെയ്തു. എന്താ വെച്ചാൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കറിയാം എന്തായാലും സ്ക്രീൻഷോട്ട് പോകും. പക്ഷേ എനിക്ക് അതിനോട് യോജിപ്പ് എനിക്ക് തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല ഒരു ഫെയിൽഡ് എന്നോ. നമ്മൾ ആരുമല്ല അങ്ങനെ ഒരാളെ വിളിക്കാൻ. അങ്ങനെയല്ല എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത്. അത് വളരെ വലിയൊരു തെറ്റായി. അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ വിളിച്ചതിന്. ഐ എം സോറി. I didn't mean to say that and I'm sorry if I hurt you by saying that. അതായത് നമുക്കറിയാം ആ രണ്ടാമത് വന്ന സ്റ്റോറി ഈ ഒരു സ്റ്റോറി ആയിരുന്നു. ഈ സ്റ്റോറിയിലാണ് ഫെയിൽഡ് ഡയറക്ടർ എന്ന് പറയുന്നുണ്ട്. അത് എനിക്ക് എൻ്റെ എന്താ പറയുക സാഫ്രോൺ നിറമാണ്, ഇന്ത്യൻ പതാകയിലെ 3 കളറിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കളർ സാഫ്രോൺ ആണ് എന്നുള്ള കമൻ്റൊക്കെ വരുന്നത് ഈ ഒരു സ്റ്റോറിയിലാണ്. അപ്പോൾ ഈ സ്റ്റോറിയിൽ ഈ ഫെയിൽഡ് ഡയറക്ടർ എന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും സിബി മലയിലിനെ കണക്ട് ചെയ്തു, എല്ലാവരും കണക്ട് ചെയ്തു. പക്ഷേ പേളി പറയുന്നത് സിബി മലയിലല്ല, ആ പോസ്റ്റ് ഇട്ട സിബി മലയിലെ മകനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ തെറ്റ് തന്നെയാണ്. അത് അങ്ങനെ ഒരിക്കലും ഒരാളെ പറയാൻ പാടില്ല, അത് വലിയ തെറ്റാണെന്ന് പേളിക്ക് മനസ്സിലായി. അപ്പോൾ പേളി എന്ന് പറഞ്ഞ ഒരാൾ 5 ലക്ഷം 50 ലക്ഷം ആളുകൾ എന്താ പറയുക ഇൻസ്റ്റയിലും, 40 ലക്ഷം ആൾക്കാർ യൂട്യൂബിലും, അല്ലെങ്കിൽ 30 ലക്ഷം ആൾക്കാർ ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാൾ, ഇങ്ങനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാൾ, പേളി തുടക്കത്തിൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഒരു നേഷൻ ബിൽഡ് ചെയ്യാൻ, നല്ലൊരു ഇൻഫ്ലുവൻസർ ആവാൻ ഒക്കെ ശ്രമിക്കുന്ന ഒരാൾ ഓൺ ഡയറക്റ്റ് ഈ പറഞ്ഞ ആളെ അല്ലെങ്കിൽ ഫെയിൽഡ് ഡയറക്ടർ എന്ന് പറഞ്ഞപ്പം അത് പേളിയുടെ ഒരു മനുഷ്യൻ്റെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. ചില സാഹചര്യത്തിൽ എത്ര വലിയ ആളാണെങ്കിലും ചില അബദ്ധങ്ങളും അല്ലെങ്കിൽ തെറ്റുകളൊക്കെ പറഞ്ഞു പോകും. അതാണ് എന്നാണ് പേളി പറയുന്നത്. അപ്പോൾ ഫെയിൽഡ് ഡയറക്ടർ എന്ന് അല്ലെങ്കിൽ പേളിയുടെ തുടക്കത്തിലെ പല പരിപാടികളും ഭയങ്കര ഫെയിലായിരുന്നു. നമ്മൾ കാണുമ്പോൾ നമ്മൾ അയ്യേ എന്ന് തന്നെ പറയാറുണ്ടായിരുന്നു. പല ആങ്കറിങ് പരിപാടികളും പല മണ്ടത്തരങ്ങളും. ഇപ്പോൾ ഈ മലയാളിയോസോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഏതിലാണ് വന്നിരുന്നത്, അതിലൊക്കെ അവർ കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഭയങ്കര മണ്ടത്തരങ്ങളും തെറ്റുകളായിട്ടും തോന്നിയിട്ടുണ്ട്. അപ്പം പേളി ഇതേപോലെ ഈ ഫെയിൽഡ് ഡയറക്ടർ എന്ന് പറഞ്ഞത് ഒരു സിനിമ പോലും ഡയറക്റ്റ് ചെയ്യാത്ത സിബി മലയിലിൻ്റെ മകനെ പറ്റിയിട്ടാണ്. അപ്പം ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ മാത്രമാണ്. ആൾ ചിലപ്പം ഭാവിയിലേക്ക് നല്ല ഡയറക്ടറായിട്ട് വരട്ടെ. അപ്പോൾ അതിന് മുമ്പ് പേളി ഒരു എന്താ പറയുക സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്ത് എടുത്തുപോയി. അതാണ് പേളിക്ക് പറ്റിയ തെറ്റ് എന്നാണ് പേളിയോട് അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് പേളി എന്നാലും അക്സെപ്റ്റ്
ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു, ഞാനും തുടങ്ങിയത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, ഞാൻ ഇങ്ങോട്ടൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാരുടെ സപ്പോർട്ട് കൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് നിങ്ങളൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ വിശദീകരണങ്ങളും കാര്യങ്ങളൊക്കെ പേളി പറയുന്നുണ്ട്. നമ്മൾ അതിൻ്റെ കാര്യപ്പെട്ട ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തതാണ്. അപ്പം നിങ്ങൾ പറ, ഇത് പേളി ഉള്ളിൽ നിന്ന് തട്ടി പറഞ്ഞതാണോ അതല്ല പേളി ഇപ്പം ഒരു എന്താ പറയുക പറഞ്ഞല്ലേ പറ്റൂ എന്നുള്ള പറഞ്ഞാണോ നിങ്ങൾ തന്നെ പറ. ഇനി പേളി അടുത്ത നെക്സ്റ്റ് കാര്യപ്പെട്ടൊരു പോയിന്റ് പറയുന്നുണ്ട്, കേൾക്കാം. അതിനുശേഷം ഞാൻ അതിനകത്ത് എഴുതിയിരുന്നു, നേരത്തെ പോസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കുറിച്ച് എഴുതിയ ആ പോസ്റ്റിൽ ലാസ്റ്റിൽ എഴുതിയിരുന്നു. എൻ്റെ പോസ്റ്റിൽ ഞാൻ ക്യാൻവയിലാണ് ഞാൻ ഉണ്ടാക്കിയത്, അങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ട്. എഴുതിയ കാര്യം ഞാൻ നോട്ട് പാഡിൽ നിന്നെടുത്ത് ക്യാൻവയിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ ഒരു റേഷ്യോന് വേണ്ടി ഒന്ന് അടിച്ചപ്പം കുറേ ഫോർമാറ്റിൽ അതിൽ ആദ്യം വന്നതിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുകയും വേറെ ഒന്നും ഞാൻ അത്രയും ഡീപ്പായിട്ട് ഞാൻ ചിന്തിക്കാണ്ടാണ് അത് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തു, ഞാൻ അതങ്ങനെ അപ്ലോഡ് ചെയ്തു. ഈ കളറിൽ ഒരു വ്യാഖ്യാനം അദ്ദേഹം എൻഡിൽ കൊടുത്തിരുന്നു. ഈ കളർ കണ്ടാൽ അറിയാം എന്താണ് ഏത് പാർട്ടീനെയാണ് കൂടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു പാർട്ടിയുടെ ഭാഗമാക്കി കാണിക്കുന്ന രീതിയിൽ എനിക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് യെസ് ഐ ലവ് സാഫ്രൻ ആൻഡ് ഐ ലവ് ഇറ്റ് മോസ്റ്റ് ഇൻ ദി ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പറഞ്ഞു. ഇത് എഴുതി ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവരും അപ്പോഴേക്ക് സ്ക്രീൻഷോട്ട് എടുത്തു. അത് അദ്ദേഹത്തിനുള്ളൊരു മറുപടിയായിരുന്നു. സത്യം പറയാലോ, ഞാൻ കേരളത്തിൽ ഇത്രയും വർഷമായി നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ വളരുന്നത്. 18 വയസ്സ് തൊട്ട് ഞാൻ തുടങ്ങിയാണ് എൻ്റെ ഈ കരിയർ. നിങ്ങളുടെ മുൻപിലാണ് ഞാൻ എൻ്റെ ലൈഫ് മുഴുവൻ ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് ജീവിച്ചിട്ടുള്ളത്. ഇന്നേ വരെ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഐ എം ഓൾസോ ഹ്യൂമൻ ജസ്റ്റ് ലൈക്ക് ഓൾ ഓഫ് യു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അങ്ങനെ ഞാൻ എഴുതാൻ പാടില്ല. പക്ഷേ ഇവിടെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ പാർട്ടിയിലും, അത് ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ഇവിടെയുള്ള എല്ലാ പാർട്ടിയിലും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. എനിക്ക് എല്ലാ പാർട്ടിയും എനിക്ക് വേണ്ടപ്പെട്ടതാണ്, എല്ലാ പാർട്ടിയും എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് അതിലെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ തിങ് ദാറ്റ് ഐ വാണ്ട് ടു ക്ലാരിഫൈ. അതെ, അയാൾക്ക് കൊടുത്ത ഒരു മറുപടി തന്നെ ആയിരുന്നു സാഫ്രോൺ കളർ എനിക്ക് ഇഷ്ടമാണ്. അത് പേളിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ്. പക്ഷേ ഈ ക്യാൻവയിലിട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒരു റീലിലോട്ട് സ്റ്റോറി ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വന്നൊരു കളർ മാത്രമാണ് ഈ സാഫ്രോൺ കളർ, അതല്ലാണ്ട് അറിഞ്ഞുകൊണ്ടിട്ട കളർ അല്ല. പക്ഷേ എനിക്ക് സാഫ്രോൺ ഇഷ്ടമാണ്, എന്തോ ഒരു കോയിൻസിഡൻസ് അതിൻ്റെ ഇടയിൽ വന്നതുകൊണ്ട് അങ്ങനെ ആ ഒരു കളർ പുറത്തോട്ട് വന്നു. അതാണ് കൊടുക്കാനുള്ള മറുപടി. പിന്നെ 18 വയസ്സ് മുതൽ എന്താ പറയുക, പേളി നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്, പേളിയുടെ ഷോ നമ്മൾ കാണാറുണ്ട്, പേളിയുടെ ചിന്താഗതികൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്, അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പലരെയും. പക്ഷേ പേളി ഇതുവരെ ഒരു രാഷ്ട്രീയം എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് എല്ലാ രാഷ്ട്രീയത്തിലും എല്ലായിടത്തും എനിക്ക് എൻ്റെ ഉറ്റ സുഹൃത്തുക്കളും എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എല്ലാ പാർട്ടിയിലുണ്ട്, എല്ലാ പാർട്ടിയും എനിക്ക് ഇഷ്ടമാണ് എന്ന് പേളി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ പേളിക്ക് ഏറ്റവും ഇഷ്ടം ഇന്ത്യൻ ഫ്ലാഗുകളിലെ 3 കളറുകളിൽ പച്ച, വെള്ള, കുങ്കുമം, സാഫ്രോൺ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് അയാൾക്ക് കൊടുക്കാനുള്ള മറുപടി തന്നെയാണ്. ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് ബാക്കിയുള്ളവർക്ക് ഹേർട്ടായോ അല്ലെങ്കിൽ അതൊരു തെറ്റാണോ എന്നുള്ളത് തോന്നലുള്ളത് കൊണ്ട് ഞാനത് ഡിലീറ്റും ചെയ്തു. അപ്പോൾ പേളി ഇപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും വലിയൊരു വിരോധാഭാസം ഉണ്ട്. അത് പേളി പറഞ്ഞ പോലെ എനിക്ക് എല്ലാ പാർട്ടികളിലും എല്ലാവരും ഇഷ്ടപ്പെട്ട ആളുകളും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ സാഫ്രോൺ ആണെന്ന് പറയാൻ എനിക്ക് ആ ഒരു ചങ്കുറപ്പും ചങ്കൂറ്റും പേളിക്കുണ്ടെങ്കിൽ പേളി അത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇനി ഫെയിൽഡ് ഡയറക്ടർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് പേളി ഡിലീറ്റ് ചെയ്തതെന്നല്ല പറഞ്ഞത്. ഈ ഒരു കാര്യമുള്ളത് കൊണ്ട്, ഈ പറഞ്ഞൊരു തെറ്റതിലുള്ളത് കൊണ്ട് പേളി അത് ഡിലീറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അവിടെ പേളിയുടെ ഞാൻ പറഞ്ഞ വിരോധാഭാസം അവിടെ ഉള്ളത്. ഇഷ്ടമാണെന്ന് ഇപ്പോൾ പറയുന്നു, ഞാനതിന് എനിക്ക് എല്ലായിടത്തും എല്ലാവരും ഉണ്ട് ഒക്കെ സമ്മതിച്ചു. പക്ഷേ ആ ഡിലീറ്റ് ചെയ്തതോടുകൂടി പേളിയുടെ ഉള്ളിൽ ആ ഒരു എക്സ്ട്രാ ഒരു ഇഷ്ടം ഉണ്ടല്ലോ, ഈ സാഫ്രോണോണ്ടുള്ള ഒരു എക്സ്ട്രാ ഇഷ്ടം, അതവിടെ വീണ്ടും അതിങ്ങനെ തറപ്പിക്കുകയാണ്. അതാണ് അതിൻ്റെ സത്യം എന്നുള്ളത്, തറപ്പിക്കുകയാണ്. പക്ഷേ ഒരാൾക്ക് ഇഷ്ടം ഒരു കളർ ആർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ പച്ച ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇവൻ ലീഗുകാരനെന്ന് പറയേണ്ട കാര്യമില്ല. വെള്ള ഇപ്പം നമ്മൾ തന്നെ പലതിലും കാണാറുണ്ട്. നമ്മുടെ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, വെള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഈ കുങ്കുമ കളർ സാഫ്രോൺ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ ഒരു ചിന്താഗതിയിലാണ് ഫ്ലാഗിൻ്റെ ആദ്യത്തെ ഈ ഫ്ലാഗിൻ്റെ കളേഴ്സ് ഡിഫൈൻ ചെയ്തതെന്നൊക്കെ ചില ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സാഫ്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനോട് കണക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. സോ അതാണ് ഇതിൻ്റെ പ്രശ്നം. പിന്നെ നമ്മുടെ നാട്ടിലെ സംഘികളും ഈ പറഞ്ഞ ഇന്ത്യൻ പതാക തന്നെ നമുക്ക് കാവി കളസം അല്ലെ കാവി കളറാക്കണം, നമുക്ക് ഇന്ത്യയുടെ പതാക മാറ്റണം, നമുക്ക് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ മാറ്റി സവർക്കർ ആക്കണം, നമുക്ക് ഇന്ത്യയുടെ ദേശീയ ഗാനം മാറ്റിയിട്ട് അതല്ലെങ്കിൽ നമ്മുടെ ജനഗണമന മാറ്റിയിട്ട് നമുക്കിനി വന്ദേമാതരം കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതെല്ലാത്തിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ വർഗീയതയും ഈ ഹിന്ദു മുസ്ലിം ആ ഒരു ചിന്താഗതി വരുന്നതുകൊണ്ടാണ് നമ്മളിതിനൊക്കെ കണക്ട് ചെയ്യുന്നത്. 2014 മുമ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനെയൊന്നും നമ്മൾ കണക്ട് ചെയ്യില്ല, എത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇപ്പം നമ്മൾ എല്ലാത്തിനെയും എല്ലാം കണക്ട് ചെയ്യാനുള്ള കാരണം നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിലോട്ട് അത്രയും വിദ്വേഷവും ദേഷ്യവും വർഗീയതയും നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയും നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടവും അങ്ങനെ കുത്തി കയറ്റി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ. അപ്പോൾ പേളി പറഞ്ഞതുപോലെ തന്നെ പേളിയുടെ ഇഷ്ട കളർ സാഫ്രോൺ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, പേളിയുടെ ഇഷ്ടമാണ്. പക്ഷേ പേളിക്ക് എല്ലായിടത്തും എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇതുവരെ പേളി ഒരു രാഷ്ട്രീയം പറഞ്ഞതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. പേളിയുടെ കുടുംബകാര്യങ്ങളും ഫാമിലി കാര്യങ്ങളും സെലിബ്രിറ്റി ഷോസ് മാത്രമേ നടത്തിയിട്ടുള്ളൂ.
ആദ്യമായിട്ട് ഉള്ളിലുള്ള ആ ഒരു രാഷ്ട്രീയം പുറത്തോട്ട് കുറച്ച് വന്നു, അത്ര മാത്രമേ ഇതിൽ തോന്നുന്നുള്ളൂ. പിന്നെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടത്, ഈ പോസ്റ്റ് സ്റ്റോറി ഇട്ട സമയത്ത് ഇദ്ദേഹം ഇത് വേറൊരു സ്റ്റോറി ഇട്ടിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ അച്ഛനെയാണ് ഞാൻ കുറ്റം പറയുന്നത്, അച്ഛനെയാണ് ഞാൻ പറയുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ is the one and only Sibi Maligal, the director, the iconic, the most loved, the most celebrated. എനിക്കൊക്കെ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് സിബി മലയാൽ സർ. ഞാനല്ല, നമ്മുടെ മലയാളികൾ എല്ലാവരും വി ആർ ഓൾ ബിഗ് ഫാൻ ഓഫ് സിബി മലയാൽ സർ. ഈ ഒരു സാധനമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. അത് മാറി, അങ്ങനെ മാറ്റി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അത് ന്യൂസ് ചാനൽസ് അത് ഇങ്ങനെ എടുത്ത് എഴുതാണ്, അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് ഈ 10 പേജ് എന്നെക്കുറിച്ച് എഴുതിയ ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റോറി ഇട്ടത്. പക്ഷെ അതിൽ സിബി മലയാൽ സർ എങ്ങനെ വന്നു, ഇത് ഞാൻ എങ്ങനെ തിരുത്തും എന്ന് എനിക്ക് മനസ്സിലാവണം. ഇനി ഞാൻ ഒന്നും ഇടരുതെന്നും തീരുമാനിച്ചു. എന്താ വെച്ചാൽ ഞാൻ ഇനി എന്തിട്ടാലും അത് പ്രശ്നമാവും. ഞാൻ മിണ്ടാണ്ടിരുന്നു. പക്ഷേ ഇതിങ്ങനെ കൂടി ഇതിപ്പം സത്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതെ, അതാണ് സിബി മലയിലിൻ്റെ എൻട്രിയാണ് അടുത്തതായിട്ട് പറയുന്നത്. അതൊരു അബദ്ധം മാത്രമാണ്. ഏതോ ഒരാളൊരു പോസ്റ്റ് ഇട്ടു, അതിൽ സിബി മലയിൽ എങ്ങനെ വന്നു എന്ന് പോലും പേളിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആ പോസ്റ്റ് ഇട്ട ആളുടെ പേര് സെക്കൻഡ് നെയിം സിബി മലയിലായിരുന്നു അല്ലേ? സിബി മലയിൻ്റെ മകനാണ് എന്താ ജോ എന്നല്ലേ? ജോ സിബി മലയിലായിരുന്നു, അങ്ങനെ എന്തോന്നായിരുന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ നെയിം സിബി മലയിൽ പേളി കാണാണ്ട് കണ്ണടച്ചിട്ടതൊന്നും അല്ല, സിബി മലയിലിനെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ പേളിക്ക് അവിടെ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാമായിരുന്നു, സിബി മലയിലിൻ്റെ മകനാണോ താങ്കൾ, അല്ലെങ്കിൽ അത് അറിയാത്തത് കൊണ്ടൊന്നുമല്ല, അത് വന്നു പോയതാണ്. ഏതാണെങ്കിലും പേളി ഉദ്ദേശിച്ചത് സിബി മലയിലിൻ്റെ മകനാണ്, ഒരു ഫെയിൽഡ് ഡയറക്ടർ, ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫെയിൽഡ് ഡയറക്ടർ എന്ന് സിബി മലയിലിൻ്റെ മകനെയാണ് പേളി പറയുന്നത് എന്ന് പേളി വ്യക്തമാക്കുന്നുണ്ട്. സിബി മലയിൽ വൺ ഓഫ് ദ ഗ്രേറ്റ് ഡയറക്ടറാണ്, നമുക്ക് തന്നെ അറിയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ പേളി ജനിച്ച കൊല്ലം കിരീടം ഇറങ്ങിയ സിനിമ, അത് കഴിഞ്ഞ് കിരീടം, ചെങ്കോല്, കമലദളം, സദയം, ആകാശദൂത് പറയണമെങ്കിൽ 100 കണക്കിൽ സിനിമ ആ ചെയ്തതൊക്കെ ഒന്നിനൊന്നും മെച്ചം. അപ്പോൾ അതിൽ പേളിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്നാണ് പറയുന്നത്. പേളി സിബി മലയിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ പേളി മാപ്പ് ചോദിക്കുന്നുണ്ട്, ക്ഷമ ചോദിക്കുന്നുണ്ട്. പറഞ്ഞത് മകനെ മാത്രമാണ്, ആ പറഞ്ഞതും തെറ്റായിപ്പോയെന്ന് പേളി ഇതിൻ്റെ മുമ്പത്തെ ഒരു എന്താ പറയുക, ഒരു ഡയറക്ഷനിൽ പറയുന്നുണ്ട്. ഇനി പേളി ലാസ്റ്റിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കേൾക്കാം. And I also want to say, ഞാൻ ഈ വീഡിയോ ഇടുമ്പം നിങ്ങളെല്ലാവരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിർത്തണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യു ഷുഡ് ക്രിട്ടിസൈസ് മീ, ബിക്കോസ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഐ വിൽ ട്രൈ ടു ബി എ ബെറ്റർ ഹ്യൂമൻ. ഐ ഹോപ്പ് യു വിൽ ഫൊർഗിവ് മീ. എൻ്റെ അകത്ത് കുറേ നെഗറ്റീവുകളുണ്ട്. ഞാനൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ എം ട്രൈങ് ടു ബി എ ബെറ്റർ ഹ്യൂമൻ ആൻഡ് ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്. ഐ സ്റ്റാൻഡ് വിത്ത് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ആർ നേഷൻ, ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ആർ സ്റ്റുഡൻസ് ആൻഡ് ആർ സ്റ്റേറ്റ്. എല്ലാവരും നന്നായി വരണം, എല്ലാവർക്കും നല്ലതേ വരാമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ് വായിച്ചിട്ട് ആർക്കെങ്കിലും ഇപ്പോഴും ഹേർട്ട് ഉണ്ടെങ്കിൽ ഐ എം സോറി, ഞാൻ തിരുത്തിക്കോളാം. കേട്ടല്ലോ നിങ്ങൾ? അതായത് പേളിമാണി പറയുന്നത് അത് ക്രിട്ടിസൈസ് ചെയ്തോളം പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൽ കയറി സ്ട്രൈക്കും കാര്യങ്ങളും തരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് പേളിമാണി പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ജനങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇത്തരം വീഡിയോ ചെയ്യുന്ന ആളുകൾ ഏത് രീതിയിൽ വീഡിയോനെ കണ്ടു, വാർത്താ മാധ്യമങ്ങൾ ഏത് രീതിയിൽ വീഡിയോനെ കണ്ടു, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളെ പറ്റി സംസാരിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതാണെങ്കിലും തെറ്റ് പറ്റിപ്പോയി. ഇനി എന്താ പറയുക, എല്ലാവർക്കും നല്ലതും നന്മയും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും അവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും അവരുടേതായിട്ടുള്ള കളർ ചൂസ് ചെയ്യാനുള്ള അവകാശങ്ങളും അവർക്കിഷ്ടപ്പെട്ട എന്താ പറയുക പാർട്ടിയുടെ കൂടെ നിൽക്കാനും അല്ലെ എല്ലാ പാർട്ടിയുടെ കൂടെ നിൽക്കാനുള്ള എല്ലാ അവകാശവും നമ്മുടെ രാജ്യത്തുണ്ട്. അതിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. പിന്നെ ഒരാളെ പറ്റി നമ്മൾ പറയുമ്പോൾ അത് ഡിഫെയിം ചെയ്യുന്ന രീതിയിൽ പറയുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ഫെയിൽഡ് ഡയറക്ടർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിനും സോറി ചോദിച്ചിട്ടാണ് പേളി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി പേളിക്ക് അവസാനമായിട്ട് ഒരു സെൻറ്റൻസ് കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്, അതുകൂടെ ഒന്ന് കേൾക്കാം. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. ഇത്രയും വാല്യുബിൾ ടൈം നിങ്ങൾ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ ലവ് യു ഓൾ. ക്രിട്ടിസൈസ് ചെയ്യണം, കണ്ടിന്യൂ ടു ക്രിട്ടിസൈസ് മീ ആൻഡ് ഐ വിൽ ചേഞ്ച് ആൻഡ് ഐ വിൽ മേക്ക് യു ഓൾ പ്രൗഡ്. താങ്ക് യു എവറി വൺ. ആൻഡ് മേക്ക് ഷുവർ യു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കോമെൻറ്റ് സെക്ഷൻ ഞാൻ ഓപ്പൺ ആക്കാൻ പോവാണ്. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ വിൽ ബി കൈൻഡ് ടു മീ. ക്രിട്ടിസൈസ് ചെയ്തോളൂ, പക്ഷേ ഓൾസോ അണ്ടർസ്റ്റാൻഡ് I'm just one human being, okay? I love you all and be kind to everyone else also. Social media is a beautiful place if we all can be compassionate to each other. I love you all. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. അതായത് നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തോളൂ, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു ഇൻഫ്ലുവൻസർ പറയേണ്ട കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോൻ്റെ താഴത്ത് വന്ന് നോക്കിയപ്പോൾ നിങ്ങൾ വീണ്ടും ഇത് തന്നെയാണോ പറയുന്നത്? സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അത് ആസ് എൻ ഇൻഫ്ലുവൻസർ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, യൂട്യൂബ് ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ പേളി അത് പറയുന്നതിൽ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല.
ഇത് ഒരു ക്ഷമ പറഞ്ഞിട്ട് വന്ന പോസ്റ്റ് ആണെങ്കിൽ പോലും നമ്മളെല്ലാവരും പറയുന്നതാണ്, ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഇത് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അവരുടെ ബിസിനസ്സാണത്, അവരുടെ ജീവിതമാർഗ്ഗമാണത്, അവരത് പറയും. എന്നാൽ അവരുടെ പോസ്റ്റായിട്ടത് ഇൻസ്റ്റാഗ്രാമിലിട്ട പോസ്റ്റാണല്ലോ നമ്മളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്, വാർത്താ മാധ്യമങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്, അവരുടെ TRP കൂട്ടുന്നത് ഒക്കെ ഇവരിട്ടൊരു ഇൻഫ്ലുവൻസ് ചെയ്തൊരു പോസ്റ്റ് അല്ലേ. അപ്പോൾ ആ പോസ്റ്റിന് മറുപടി പറയുമ്പോഴും അവരത് തന്നെയല്ലേ പറയുക. അപ്പോൾ അതിൽ തെറ്റ് തോന്നില്ല, കാരണം കുറേ ആളുകൾ താഴത്ത് അതിനെ വന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ ഇപ്പോഴും അതാണോ പറയുന്നത്, അതൊക്കെ അവർ പറയാതെ അവരുടെ ഇഷ്ടമാണ്. അത് ആർക്കും തിരുത്താനോ മാറ്റാനോ ഒന്നും പറ്റുന്നില്ല, എല്ലാം അവരുടെ ഇഷ്ടം മാത്രമാണ്. പക്ഷേ ഒരു കാര്യം ക്ലാരിറ്റി വന്നിട്ടുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്, പല നടന്മാരും ഇതിന് അഭിപ്രായങ്ങൾ ഒന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടൊവിനോ, നെസ്ലിൻ, ദുൽഖർ, ഇന്ദ്രജിത്ത്, ജ്യോതിക, അവരൊക്കെ രാഷ്ട്രീയം പഠിച്ചിട്ടാണോ അല്ലെങ്കിൽ അവിടുത്തെ നടന്ന കാര്യത്തിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് അറിഞ്ഞിട്ട്, എന്തുകൊണ്ട് ഇത് വന്നു, ഇതിന് വന്ന പാകപ്പിഴകൾ എന്തൊക്കെയാണ് നീറ്റ് എക്സാമുകളിലും മറ്റ് CBSE എക്സാമുകളിലൊക്കെ അറിഞ്ഞിട്ടുള്ള പോസ്റ്റുകളായിരുന്നു എന്ന് വ്യക്തമാണ് അവരുടെ സ്ട്രോങ് പോയിന്റുകൾ. പക്ഷേ പേളി പറഞ്ഞ ഈ ഒരു ബാലൻസിങ് പോസ്റ്റിങ്ങിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ബാലൻസിങ് പോസ്റ്റിങ്ങിൻ്റെ കൂടെ ആ ഒരു ചെറിയൊരു ഇഷ്ടം കൂടുതൽ, ഈ പറഞ്ഞ കാവ്യയോടുള്ളൊരു ഇഷ്ടം കൂടുതൽ അവിടെ പറഞ്ഞതുകൊണ്ടാണ് ഇത്രയധികം ക്രിട്ടിസൈസ്ഡ് ആയത്. കാരണം രാജ്യത്തെ ജനങ്ങൾ മൊത്തം മനസ്സിലാക്കിയ ഒരു കാര്യം, അതിൻ്റെ ഭാഗമായിട്ട് ഒരു സമരം നടക്കുന്നു, അവിടുന്ന് ആ പറഞ്ഞ മന്ത്രി രാജിവെക്കുന്നു. ഇപ്പം ഒരു മന്ത്രി രാജിവെച്ചാൽ അതുപോലെ തന്നെ മന്ത്രികൾ അവിടെ അവിടെ മാറ്റങ്ങളൊന്നും വരുന്നില്ലെങ്കിലും അത് മനസ്സിലാക്കുന്നുണ്ട്, നേഷൻ അത് മനസ്സിലാക്കി. പക്ഷേ പേടിക്ക് ആ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അവർ ബിസി ആയിരുന്നു, അവരുടെ മറ്റ് ഷോകളും കാര്യങ്ങളായപ്പോൾ ബിസി ആയതുകൊണ്ട് അവർ പെട്ടെന്ന് കണ്ട ഒരു പോസ്റ്റിൽ, പെട്ടെന്ന് കണ്ട കുട്ടികളെ അടിക്കുന്നതിലും പോലീസും കുട്ടികളും തമ്മിലുള്ള അടി കണ്ടിട്ട് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ചേതോ വികാരത്തിൽ ചെയ്തൊരു പോസ്റ്റ് മാത്രമാണ്. ആ കൂട്ടത്തിൽ നമുക്ക് അവരെ പറ്റി കൂടുതലും കൂടെ അറിയാൻ പറ്റി, ആളുടെ ഒരു രാഷ്ട്രീയം എന്താണെന്നും കൂടെ അറിയാൻ പറ്റി. അത് കൂടുതലൊന്നും ഈ വീഡിയോയിൽ ഇനിയിപ്പം ആരും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ പേളി പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.